ആന്ധ്രാപ്രദേശിൽ അതീവ രഹസ്യമായി ഏറ്റെടുത്ത ആ 600 ഏക്കർ ഭൂമി 1 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആഗോള പ്രതിരോധ നിരീക്ഷകർ പോലും ആകാംക്ഷയോടെ നോക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 5ാം തലമുറ വിമാനങ്ങളായ അമേരിക്കയുടെ F-35 പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് പോലും വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഭാരതത്തിൻ്റെ സ്വന്തം സ്റ്റെൽത്ത് വിസ്മയം AMCA യാഥാർത്ഥ്യമാകാൻ പോകുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ ദീർഘവീക്ഷണത്തോടെ ഭാരത ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം സ്വകാര്യ മേഖലകളെ കൂടി പങ്കാളികളാക്കി നിർമ്മിക്കുന്ന ഈ അത്ഭുത വിമാനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പിന്നിലെ ആ അത്യാധുനിക സാങ്കേതിക വിദ്യ എന്താണ്? ആരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി വീഡിയോ കാണുക. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ലോകത്ത് നിലവിലുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ, പ്രത്യേകിച്ച് F-35 നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ? അവയുടെ ഭീമമായ മെയിൻ്റനൻസ് ചെലവും സാങ്കേതിക തകരാറുകൾ കാരണം വിമാനങ്ങൾ കൂടുതൽ സമയവും സർവീസിനായി നിലത്തു തന്നെ കിടക്കേണ്ടി വരുന്നതുമാണ്. എന്നാൽ ഭാരതം ഇവിടെയാണ് തന്ത്രപരമായി ചിന്തിച്ചത്. മറ്റുള്ളവരുടെ പോരായ്മകൾ പഠിച്ച അതിനേക്കാൾ മികച്ച രീതിയിലാണ് നമ്മുടെ AMCA രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. AMCAയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന അത്യാധുനിക സംവിധാനമാണ്. അതായത് വിമാനത്തിന് എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അത് മുൻകൂട്ടി പ്രവചിക്കാനും പരിഹരിക്കാനും സാധിക്കുമെന്നതാണ്. ഇത് ഗ്രൗണ്ട് സർവീസിംഗ് സമയം പകുതിയായി കുറയ്ക്കുകയും വിമാനത്തിൻ്റെ പ്രവർത്തനക്ഷമത എപ്പോഴും 100% നിലനിർത്തുകയും ചെയ്യുമെന്നത് അഭിമാനത്തോടു കൂടി എടുത്തു പറയാവുന്ന ഒരു വസ്തുതയാണ്. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു മാറ്റത്തിനാണ് മോദി സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. മുൻകാലങ്ങളെപ്പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മാത്രം ആശ്രയിക്കാതെ രാജ്യത്തെ വമ്പൻ സ്വകാര്യ ഗ്രൂപ്പുകളാണ് ഇതിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ അണിനിരത്തുന്നത്. ഇതിനായി ആന്ധ്രാപ്രദേശിൽ ഒരുങ്ങുന്ന വമ്പൻ ഹബ്ബിൽ ആദ്യഘട്ടത്തിൽ 140 അത്യാധുനിക ജെറ്റുകളാണ് നിർമ്മിക്കുക. ഭാവിയിൽ ഇത് 250 വിമാനങ്ങളായി ഉയർത്തുമെന്നതാണ്. സമാന്തരമായി ഒന്നിലധികം പ്രൊഡക്ഷൻ ലൈനുകൾ വരുന്നതോടെ നിർമ്മാണ വേഗത ലോക രാജ്യങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും കേട്ടോ. എന്നാൽ ഈ വിമാനത്തിന്റെ യഥാർത്ഥ കരുത്ത് ഇനിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആകാശത്ത് മുൻപേ കണ്ടെത്തുക, മുൻപേ ലക്ഷ്യം കാണുക, സുരക്ഷിതമായി മടങ്ങുക. ഇതാണ് അത്യാധുനിക വ്യോമ നയം. ഇതിനായി AMCAയിൽ അത്യന്തം സങ്കീർണമായ സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സമന്വയിപ്പിച്ചിരിക്കുന്നു. വിമാനത്തിൻ്റെ താപനിലയിലെ നേരിയ മാറ്റങ്ങൾ പോലും സെൻസറുകൾ തിരിച്ചറിഞ്ഞ് പൈലറ്റിന് തത്സമയം കൃത്യമായ വിവരങ്ങൾ നൽകുമെന്നതാണ്. ഏകദേശം 1500 കിലോഗ്രാം തദ്ദേശീയ ഉപകരണങ്ങൾ ഇതിൻ്റെ ഉള്ളിലെ പ്രത്യേക അറയിൽ, അതായത് ഇന്റേണൽ വെപ്പൺ ബേയിൽ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുമെന്നതാണ്. ഇത് വിമാനത്തിൻ്റെ സ്റ്റെൽത്ത് സ്വഭാവം നിലനിർത്താൻ സഹായിക്കും. 55,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ഇന്ധനം ലാഭിച്ചുകൊണ്ട് അതിവേഗ സഞ്ചരിക്കാനുള്ള സൂപ്പർ ക്രൂസ് ശേഷിയുമുണ്ട്. മാത്രമല്ല ഭാവിയിലെ 6ാം തലമുറ സാങ്കേതിക വിദ്യയായ ഫ്ലൈ ബൈ ലൈറ്റ് സംവിധാനവും ഒപ്പം പറക്കുന്ന ചെറു ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള ലോയൽ വിങ്മാൻ സാങ്കേതിക വിദ്യയും ഇതിലുണ്ടാകുമെന്നതാണ്. ഈ പദ്ധതിയുടെ കൃത്യത ഉറപ്പാക്കാൻ 2 ഘട്ടങ്ങളായാണ് ഭാരതം ഇതിനെ വിന്യസിക്കുന്നത്. ആദ്യഘട്ടമായ AMCA Mark 1 വിമാനങ്ങൾക്ക് കരുത്തേകാൻ പ്രശസ്തമായ GEF 414 എഞ്ചിനുകളാണ് ഉപയോഗിക്കുക. എന്നാൽ 2ാം ഘട്ടമായ Mark 2 വിമാനങ്ങളിലേക്ക് എത്തുമ്പോൾ കഥ മാറും കേട്ടോ. ഭാരതം ഒരു വിദേശ രാജ്യത്തെയും ആശ്രയിക്കാതെ സംയുക്ത പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന പുതിയ അത്യാധുനിക തദ്ദേശീയ എഞ്ചിനായിരിക്കും ഇതിൽ ഘടിപ്പിക്കുക. ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ എന്നത് ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ഒന്നാണ്. അതിലേക്ക് ഭാരതവും സ്വന്തം പേര് കൂട്ടിച്ചേർക്കാൻ പോവുകയാണ് കേട്ടോ. 2035ഓടെ ഈ വിമാനങ്ങൾ സേനയുടെ ഭാഗമാകുന്നതോടെ വ്യോമ സാങ്കേതിക വിദ്യയിൽ ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.